ഹായ് ഹലോ കൂട്ടുകാരെ, രാവിലെ ഇന്ന് കഴിക്കാൻ ചപ്പാത്തിയും കടലക്കറിയുമാണ്. അപ്പോൾ കടല എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. ഇനി ഇതിലേക്ക് നമുക്കൊരു സവോള അരിഞ്ഞ് വെച്ചതും 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിതിലേക്കിടാം. അങ്ങനെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് ഒരു 8 വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പ് ഇട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ നമ്മുടെ കടല അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കടലയ്ക്ക് വേണ്ട മസാലകൾ എടുക്കാം. ഇത് മസാലയെല്ലാം കൂടെ വറുത്തരച്ചതാണ്. വറുത്തരച്ച മസാല ചേർക്കുന്നതിന് മുമ്പായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വറുത്തരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വറുത്തരച്ച അരപ്പ് നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിക്കകത്ത് ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി എല്ലാം താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് 2 വയനയില ഇട്ട് കൊടുക്കാം. നമ്മുടെ വയനയില ഇട്ട് കൊടുത്ത് ഇനി പെരിഞ്ജീരകം 2-3 ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെന്ത കടലയാണിത്. എന്നൊരു കുറച്ച് കടല എടുത്ത് നമുക്ക് മാറ്റണം. മാറ്റുന്നത് അത് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ കടല അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരച്ചെടുത്ത കടലയാണ്. ഇനി നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അരച്ച കടല ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.